Hello guys, today let's understand ABG analysis in an easy way. First, what is ABG? ABG എന്ന് വെച്ചാൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനലൈസിസ്. ഇതെന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. നമ്മുടെ ആസിഡ് ബേസ് സ്റ്റാറ്റസിനെയും ലങ് ഫങ്ഷനെയും മെറ്റബോളിക് സ്റ്റാറ്റസിനെയും ഓക്സിജനേഷനെയും ഒക്കെ മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് എന്ത് ABG. ഇതിൽ നമ്മൾ എപ്പോഴും 4 കാര്യങ്ങളാണ് നോക്കുക. ഫസ്റ്റ് വന്നിട്ട് pH, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ബൈകാർബണേറ്റ്, പിന്നെ ഓക്സിജന്. ഇതിൻ്റെയൊക്കെ നോർമൽ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു റിസൾട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ pH ചെക്ക് ചെയ്യണം. pH ഇപ്പം ലെസ് ദാൻ 7.35 ആണെങ്കിൽ അസിഡോസിസും മോർ ദാൻ 7.45 ആണെങ്കിൽ ആൽക്കലോസിസും. നോർമൽ 7.35 to 7.45. ഇനി സ്റ്റെപ്പ് 2ൽ വരുന്നത് ഐഡൻറ്റിഫൈ ദ കോസ്. ഇനി ഫസ്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും റെസ്പിറേറ്ററി ആയിരിക്കും. ബൈകാർബണേറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും മെറ്റബോളിക് ആയിരിക്കും. ഇനി ഇത് ഈസി ആയിട്ട് നമുക്ക് ABG അനലൈസിസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് റോം മെത്തേഡ്. ഇതിൽ R സ്റ്റാൻഡ്സ് ഫോർ റെസ്പിറേറ്ററി, O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പോസിറ്റ്, M സ്റ്റാൻഡ്സ് ഫോർ മെറ്റബോളിക് ആൻഡ് E സ്റ്റാൻഡ്സ് ഫോർ ഈക്വൽ. റെസ്പിറേറ്ററി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും, മെറ്റബോളിക് വന്നാൽ ഈക്വൽ സൈൻ ആയിരിക്കും. അക്കോർഡിംഗ് ടു റോം വെച്ചിട്ട് റെസ്പിറേറ്ററി എടുക്കുമ്പം എപ്പോഴും pH ഇപ്പം ഇൻക്രീസ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, pH ഇപ്പം കുറവാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. മെറ്റബോളിക് കേസ് വരുമ്പോഴും pH ഇപ്പം ഇൻക്രീസ് ആണെങ്കിൽ ബൈകാർബണേറ്റും ഇൻക്രീസ് ആയിരിക്കും, pH ഇപ്പം ഡിക്രീസ് ആണെങ്കിൽ ബൈകാർബണേറ്റും ഡിക്രീസ് ആയിരിക്കും. നമുക്കിനി ഒരു എക്സാമ്പിൾ ചെയ്യാം ക്വസ്റ്റിന്. ഇപ്പോൾ റിസൾട്ട് തന്നിരിക്കുന്നത് നമുക്കൊരു റിസൾട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് pHൻ്റെ വാല്യൂ വന്നിട്ട് 7.30യും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ വന്നിട്ട് 55ഉം ബൈകാർബണേറ്റിൻ്റെ വാല്യൂ വന്ന് 24ഉം. അപ്പോൾ നമ്മൾ pH ഫസ്റ്റ് നോക്കുക. pH 7.30 നോർമൽ 7.35 to 7.45. അപ്പോൾ ഇത് എന്തുവാ 7.35നെക്കാട്ടി കുറവാണ്. അപ്പോൾ ഇത് അസിഡോസിസ് ആണ്. PaCO2ൻ്റെ വാല്യൂ നോക്കുക 55. നമുക്ക് നോർമൽ എത്രയാണ് 35 to 45 ആണ്. അപ്പോൾ നമ്മൾ 55 എന്താ അപ്പം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക pH ആണെങ്കിൽ കുറവാണ്, CO2 വന്നിട്ട് കൂടുതലാണ്. അത് കഴിഞ്ഞ് ബൈകാർബണേറ്റിൻ്റെ വാല്യൂ 24 ആണ്. നോർമൽ ബൈകാർബണേറ്റ് വാല്യൂ 22 to 26. അപ്പോൾ എന്താ 24 നോർമലാണ്. ഇനി pH വന്നിട്ട് എന്താ അപ്പം pHൻ്റെ വാല്യൂ വന്ന് ഡിക്രീസും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ വന്ന് ഇൻക്രീസും. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണ്, അതുകൊണ്ട് നമ്മൾ റെസ്പിറേറ്ററി എന്ന് പറയുന്നത്. പിന്നെ pH ലെസ് ദാൻ 7.35 ആയതുകൊണ്ടിട്ട് അസിഡോസിസ്. അതാ ആൻസർ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറഞ്ഞു വന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ആൻസർ ഫൈൻഡ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കുക. ABG അനലൈസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്